ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് 21 ഡേ കൺസിസ്റ്റൻസി ചാലഞ്ചിലെ ഡേ 1 ആണ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ എൻ്റെ ടേബിൾ കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. ഒത്തിരിയൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ഒന്ന് എല്ലാം അതിൻ്റെതായ സ്ഥാനത്ത് തന്നെ വെച്ചു, എല്ലാം ഒന്ന് ക്ലീനാക്കി. അതിന് ശേഷം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇന്ന് നമ്മൾ ആദ്യം തന്നെ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതിനുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ വേണമല്ലോ. അതിന് വേണ്ടി ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പം ആ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു UPSCയുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ഇന്ന് UPSC റിലേറ്റഡ് എന്തൊക്കെയാണ് പഠിക്കുന്നതെന്നുണ്ടാക്കി. പിന്നെ PS റിലേറ്റഡ് ഇന്ന് എന്തൊക്കെയാണ് പഠിക്കുന്നത്, അങ്ങനെ 2 കാറ്റഗറിയിലായിട്ടുള്ള ലിസ്റ്റൊക്കെ ഉണ്ടാക്കി. ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്നറിയോ? രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ടാർഗറ്റ് എല്ലാം തീർത്തിട്ട് കിടക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. ഇന്ന് ഞാൻ ടാർഗറ്റ് വരെയെല്ലാം ചെയ്തല്ലോ എന്നുള്ള അതൊരു നെക്സ്റ്റ് ഡേയിലേക്കും ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് എണീക്കുമ്പോഴൊക്കെ തോന്നാൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അതിന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാൻ വേണ്ടി മാത്രമല്ല, ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് അടിപൊളിയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇൻ്റർണൽ സെക്യൂരിറ്റി പഠിക്കാമെന്ന് ഓർത്ത് തോന്നുന്നു. ഇന്നത്തെ ഞാൻ ടാർഗറ്റിൽ ഒരെണ്ണം അതായിരുന്നു, ഇൻ്റർണൽ സെക്യൂരിറ്റി. UPSC റിലേറ്റഡ് ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഇൻ്റർണൽ സെക്യൂരിറ്റി പഠിക്കാൻ വിചാരിച്ചിട്ടിരുന്നു. അതിന് ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കേട്ടു, നോട്ടൊക്കെ എഴുതിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. ഞാൻ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സെഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കി. നല്ല മഴയായിരുന്നു. എനിക്ക് എവിടെയും പോകാനൊന്നും ഇല്ലാത്ത ദിവസം കേട്ടോ. മീൻസ് വീട്ടിൽ നിന്ന് പുറത്ത് എവിടെയും പോകാനില്ലാത്ത ദിവസം എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എവിടെയും പോകാനുള്ളപ്പോൾ അത്ര ഇഷ്ടമല്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞു ചെറുതായിട്ടൊന്ന് അടുക്കളയിൽ കയറി. ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഒന്ന് അമ്മയുടെ കൂടെ പോയി ചെറുതായിട്ടൊന്ന് ഹെൽപ്പൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അടുത്ത സെഷനിൽ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ സൊസൈറ്റിയാണ്. അതും UPSC ടോപ്പിക് തന്നെയാണ്. ഒരു സബ്ജക്റ്റാണ് ഇന്ത്യൻ സൊസൈറ്റി. അതിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കണ്ട് നോട്ട്സൊക്കെ എഴുതിയിട്ട് അങ്ങനെ പോയി. നോട്ട്സ് ഇങ്ങനെ എഴുതിയിട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. ചിലതൊക്കെ PDF എടുക്കും കേട്ടോ. PDF എടുത്തിട്ട് PDFൽ മാർക്ക് ചെയ്ത് പോകുന്നതുണ്ട്. കൂടുതലും ഇങ്ങനെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് പോവുകയാണ് ചെയ്യാറ്. അത് പിന്നെ റിട്ടേൺ ചെയ്യാൻ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു 2.5 മണിക്കൂറുള്ളൊരു സെഷനായിരുന്നു കേട്ടോ. പിന്നെ അതിനിടയിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ കൂടെ ഓരോ ദിവസം ഓരോ ടോപ്പിക് എടുത്ത് സംസാരിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് വിചാരിച്ചു നമുക്ക് പഠിക്കാനൊക്കെ മടി ഉണ്ടാവില്ലേ, മടി ഉണ്ടാവുന്നതിനെ പറ്റിയും സംസാരിക്കാമെന്ന്. എന്തുകൊണ്ടാണ് ബുക്സ് എടുത്ത് പഠിക്കാതിരിക്കും മടി ഉണ്ടാവുന്നതെന്ന്. ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. മിക്ക ആൾക്കാരും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ആദ്യം ചെയ്യുന്ന കാര്യമാണ് ഫോൺ നോക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഫോൺ നോക്കി നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ പുറകെ പോയി വാട്സപ്പ് മെസ്സേജസ് വായിച്ച് യൂട്യൂബിൽ കയറി അങ്ങനെ നമ്മുടെ ബ്രെയിൻ ഒരു വിധം ടയേർഡായി കാണും. അതിനുശേഷം നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ബ്രെയിൻ അത്രയ്ക്കും മൂഡ് തോന്നില്ല. അതൊരു കാരണമാണ് കേട്ടോ നമുക്ക് പഠിക്കാൻ ആ ഒരു മൂഡ് തോന്നാത്തതിൻ്റെ, പഠിക്കാനിരുന്നാലും പഠിക്കാൻ പറ്റാത്തതിൻ്റെ. വേറൊരു കാര്യം, ചിലപ്പോൾ നമ്മൾ ഒത്തിരി ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ വലിയ ടാർഗറ്റൊക്കെ വെക്കാൻ നോക്കും ഓവർ തിങ്ക് ചെയ്തിട്ട്. അതെനിക്ക് ഇത്രയും സിലബസ് തീർക്കാനുണ്ട്, ഇത്രയും ടോപ്പിക്സ് ഉണ്ട്, ഇത്രയും ബുക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ വലിയ ടാർഗറ്റ് നോക്കും. അങ്ങനെ നോക്കാണ്ട് ചെറിയ ടാർഗറ്റായിട്ട് വെച്ച് നോക്ക്. ഇപ്പോൾ ഒരു ബുക്സ്, ഇപ്പം UPSC റിലേറ്റഡ് ആണെങ്കിൽ ലക്ഷ്മികാന്ത് ഒരു വലിയ ബുക്കാണ്. അപ്പോൾ ലക്ഷ്മികാന്ത് ഞാൻ പകുതി ഞാൻ ഈ 1 മാസം കൊണ്ട് തീർക്കുന്നോ അല്ലെങ്കിൽ 2 മാസം കൊണ്ട് തീർക്കുന്നോ അങ്ങനെ പറയാതെ ഞാൻ ഈ ഒരു പോർഷൻ പ്രസിഡൻറ്റ് ഞാൻ ഇത്ര ദിവസം കൊണ്ട് ഞാൻ പഠിച്ച് തീർക്കും. അങ്ങനെ വെക്കുക. അത് ഒരു ടോപ്പിക്ക് വെക്കുക അല്ലെങ്കിൽ ഒരു പേജ് വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ലൈറ്റാവും. ഇപ്പോൾ ബ്രെയിനും കുറച്ച് ലൈറ്റാവും. ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പഠിക്കാൻ കുറച്ചും കൂടി നമുക്കൊരു എനർജി ഉണ്ടാവും. സംസാരിച്ച് ടൈം ഒത്തിരി അങ്ങ് പോയി. ഇതിനിടയിൽ എൻ്റെ ലഞ്ച് കഴിഞ്ഞു, വൈകുന്നേരത്തെ കോഫി കഴിഞ്ഞു, ബാക്കിയുള്ള സെഷൻസ് എല്ലാം കഴിഞ്ഞു. ഇത് ഇന്നത്തെ ലാസ്റ്റ് സെഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.